ജപിക്കും. 4 യാമങ്ങളിലുള്ള പൂജാവിധാനങ്ങളോടെ ശിവരാത്രി വ്രതത്തിൻ്റെ താല്പര്യം ശിവപുരാണത്തിൽ പറയുന്നുണ്ട്, സവിസ്തരം പറയുന്നുണ്ട്. ഉദ്യാപന വിധി, 4 യാമങ്ങളിൽ 4 ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കേണ്ട വിധിയൊക്കെ പറയുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്നും നോക്കുക. അത്രയും വിസ്തരിച്ച് ചെയ്യുന്നതാണ്. തുടക്കത്തിൽ സങ്കല്പമെടുത്ത് ആ ശ്രീപരമേശ്വരന് മുന്നിൽ ഭഗവാനെ ഇങ്ങനൊരു വ്രതം ചെയ്യാൻ പോവുകയാണ്, അതങ്ങ് നിർവിഘ്നം നടത്തി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് കർമ്മം ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ കർമ്മം ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ വരികയാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. കാമക്രോധാദികളാകുന്ന ശത്രുക്കൾ വന്നിട്ട് എന്നെ പീഡിപ്പിക്കാണ്ട് അങ്ങ് സംരക്ഷിക്കണേ ഭഗവാനെ. സംരക്ഷണോട് കൊടുത്ത് സർവകർമ്മങ്ങളും അവിടെ സമർപ്പിക്കുന്ന അവസ്ഥ. സർവകർമ്മവും ചെയ്യണതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു? അവിടെ സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ശിവരാത്രി വ്രതം കഴിഞ്ഞൊരു സമർപ്പണമുണ്ട്. അത് സവിസ്തരം പറയുന്ന ഭാഗമാണ്. അതിൽ ചുരുക്കി പറയാം, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആജ്ഞ നിമിത്തം വ്രതം പൂർത്തിയാക്കി. അതിൻ്റെ സർവ്വ പുണ്യങ്ങളും ഞാൻ ആ കാൽക്കൽ സമർപ്പിക്കുകയാണ്. അത് സ്വീകരിച്ചിട്ട് ദയ ഉണ്ടായാലും ഭഗവാനെ അത് സ്വീകരിക്കണേ ഭഗവാനെ. പുണ്യങ്ങളൊക്കെ അവിടെ കൊടുത്തു. പൂർണ്ണ സമർപ്പണമാണ് ശിവരാത്രിയുടെ താല്പര്യതാണ്. പൂർണ്ണ സമർപ്പണം. സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിക്കാൻ പറയുന്ന ഭാഗത്ത് പറയും, വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. ഒരു നമസ്കാരം കൊണ്ടൊന്നും അത് പൂർത്തിയാവില്ല. വീണ്ടും വീണ്ടും നമസ്കരിക്കുക. പരമാനന്ദത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. മനസ്സ് ഏറ്റവും ആനന്ദത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. പഞ്ചാക്ഷരി ജപിച്ച് ആ ശിവനാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിൽ, ആ ശിവന്റെ അംശമാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിൽ ആ ശിവനെ പ്രാണൻ നമസ്കരിക്കുകയാണ് എന്നുള്ള താല്പര്യത്തിൽ ജപിച്ച് ആ ദിവസം മുഴുവൻ ജപിക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ നമ്മൾ ജപിക്കുകയാണ്. ആ പരമാനന്ദത്തിലാണ് മനസ്സ് നിൽക്കുന്നത്. ആ മനസ്സ് ഭഗവാന് മുന്നിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കണം എന്നാണ് സമർപ്പണത്തിന്. വീണ്ടും വീണ്ടും നമസ്കരിക്കുക. ആനന്ദത്തിൽ നമ്മൾ നമസ്കരിച്ചു, ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല നമുക്ക്. പരമാനന്ദത്തിൽ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. അച്യുത വിളിച്ചു ഫുൾ സ്റ്റോപ്പ് ഇടും? ഇല്ല, പറ്റില്ല. അച്യുത, കൃഷ്ണ, മാധവ, നാരായണ, ഗോവിന്ദ എന്ന് അങ്ങനെ വിളിച്ചു പോകും. നമ്മൾ എത്ര വിളിച്ചു നമുക്കറിയാൻ പറ്റില്ല. ഏതൊക്കെ നാമങ്ങൾ വിളിച്ചു എന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഒതുക്കമില്ലാത്ത ആളാണ് ഭഗവാൻ. ശ്രീകൃഷ്ണ പരമാത്മാവിനെ പറ്റിയിട്ട് ഭാഗവതത്തിൽ അമ്മ പറയുന്നൊരു വാക്കുണ്ട്. വളരെ രസകരമായിട്ടൊരു